അനസ്തേഷ്യ അണ്ടർ ആയില്ലേ? BP അല്പം. ഒന്നും പറയണ്ട, എവറിത്തിങ് ഈസ് ഓക്കെ. ജീവനുണ്ട്. ആരെങ്കിലും വേഗം ആശുപത്രി കൊണ്ടാ നോക്ക്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്റെ വാക്ക് വിശ്വസിക്കണം സാർ. ഞാൻ കാണുമ്പോ നാദിയെ കുത്തേറ്റ് കിടക്കായിരുന്നു. പ്രിയെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ ഞാൻ. എല്ലാരും കൂടെ എന്നെ ബോധ മനസ്സ് കള്ളം പറയും, പക്ഷെ അബോധ മനസ്സ് ഒരിക്കലും കള്ളം പറയില്ല. ബാലു അല്ല ബി കൂപ്പയിൽ കയറി നാദിയയുടെ തലച്ചോറിലേക്ക് കത്തി തുളച്ച് കയറ്റിയത്. ബാലു കണ്ടതെല്ലാം ബാലുവിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ശരിയല്ലേ ഡോക്ടർ മാതങ്കി വർമ്മ? പ്രീ കോൺഷ്യസ് റീഡിംഗ് കോടതിക്കും പോലീസുകാർക്കും വിശ്വാസമാണ്. ഏറ്റവും സോഫ്റ്റായ പില്ലോ നമ്മുടെ തെളിഞ്ഞ മനസ്സാണ്. നൗ യു ആർ ഓക്കെ. പണ്ടെങ്ങോ കോളേജിൽ വെച്ച് ഒരു പെൺകുട്ടി ഓട്ടോഗ്രാഫിൽ എന്തോ എഴുതിയെന്ന് കരുതി ആ കള്ളവരികൾ ഓർത്ത് പാഴാക്കി കളയാനുള്ളതല്ല തന്റെ ഇനിയുള്ള ജീവിതം. യു ആർ നോട്ട് എ കില്ലർ, ബട്ട് ഡ്രഗ്സ് കുഡ് ടേൺ ഔട്ട് ടു ബി യുവർ കില്ലർ. ആരാ ഇത് പറയാമോ? യക്ഷി മുറുക്കി ചൂപ്പിച്ച് നടക്കിയ മകളെയും കൊണ്ട് നാട് നീളെ അമ്മയും മകളും ചേർന്ന് എന്റെ മോനെ ഭ്രാന്തനാക്കി. അന്നും മാഷിന്റെ മനസ്സിൽ ഈ പക കടന്ന് പുകയുകയായിരുന്നു അല്ലെ? ഞാൻ മരിക്കുന്നത് വരെ ആ കനല് കെടില്ല. യക്ഷിയും മകളും ബി കൂപ്പയിലുണ്ടെന്നുള്ള കാര്യം മാഷിക്കറിയാം. ആ കൂപ്പയാണ് പിന്നീട് കുരുതിക്കളമാര്. അത് ചെയ്തത് മകനല്ല, അച്ഛനാണെന്ന് ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റില്ല. ഇരുട്ടിൽ നിങ്ങൾക്ക് ആള് മാറിപ്പോയി. മൗനം വിദ്വാന് മാത്രമല്ല, കുറ്റവാളിക്കും ചിലപ്പോ ആയുധമാവും. വിളിപ്പിക്കും, വരണം. ഇരയും പ്രതികളും സാക്ഷികളുമെല്ലാം ഒരു കൂരയ്ക്ക് താഴെ. ഞങ്ങൾക്കിപ്പോ അറിയേണ്ടത് നാദിയയുടെ അവസാനത്തെ 9 മണിക്കൂർ എന്തൊക്കെ സംഭവിച്ചുവെന്നാണ്. ആ നാടകത്തിലെ 4 കഥാപാത്രങ്ങൾ നിങ്ങളാണ്. ഡോക്ടർ അജയ് ഘോഷ്, ഡോക്ടർ രൂപേഷ്, ഡോക്ടർ ഗോവിന്ദ് ആൻഡ് ഡോക്ടർ മാതങ്കി വർമ്മ. റോയൽ ബ്ലഡ് ലൈൻ. ഡോക്ടർമാരെന്തിനാണ് ഒരുമിച്ച് ചെന്നൈയിലേക്ക് പോയത്? ജൂനിയർ ഡോക്ടർമാരുടെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി. ആടിയും പാടിയും ഒരു എഡ്യൂക്കേഷണൽ പിക്നിക് അല്ലേ?
ആ ഉല്ലാസവേളയിൽ എപ്പോഴാണ് നിങ്ങളുടെയൊക്കെ കയ്യിൽ നാദിയയുടെ ചോര പുരണ്ടത്? സർ, കുത്തേറ്റ് കിടന്ന നാദി ഇവരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. നിങ്ങൾക്കുറപ്പുണ്ട് നാദിയ ഒരു ശവമായി കഴിഞ്ഞു. ചിന്തിക്കാൻ തലച്ചോറില്ലാത്ത വെറും ഒരു ഫീമെയിൽ കടേവർ. ആ ധൈര്യത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അജയ് ഘോഷ് ധീരനാണ്. ഉറങ്ങിക്കിടക്കുന്ന നാദിയയുടെ തലയിൽ പോണ്ടൈൻ മെഡുലറി ഏരിയയിൽ 4 ഇഞ്ച് ആഴത്തിൽ സർജിക്കൽ ബ്ലേഡ് കുത്തിയിറക്കിയവൻ അത്ര നിസ്സാരക്കാരനല്ല. ആ രാത്രി തന്നിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. കത്തി ഞങ്ങളുടേതാണ്, സമ്മതിച്ചു. അത് രാജമ്മ വാങ്ങിക്കൊണ്ടുവരാം. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ആർക്കൊന്നും അറിയില്ല. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. അടങ്ങ്. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് നീ ഇപ്പൊ അറിയും. സെൽവൻ, തത്തമംഗലം സർ, ഇവരെ ഓർക്കുന്നുണ്ടോ? മറന്നിട്ട് വേണ്ടേ സാറെ ഓർമ്മിക്കാൻ? എന്റെ കഞ്ഞിൽ വീണ 4 പാറ്റകൾ അതേ ഈ നിക്കണത്. ഇവരിൽ ആരാണ് തന്നെ വിട്ട് നാദിയുടെ നമ്പർ എടുപ്പിച്ചത്? ഈ കോഴി എന്നെ സാർ, അല്ല ഈ കുഞ്ഞ മറ്റേ കുഞ്ഞിന്റെ ഫോൺ നമ്പർ വാങ്ങി വരാൻ എന്നെ പറഞ്ഞു വിട്ടത്. അപ്പോഴേ എന്റെ ചീട്ട് കീറി വെച്ച് ഈശ്വരേ. ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞ പിന്നെ ആ രാത്രി താൻ ഉറങ്ങിയിട്ടില്ല. കോയമ്പത്തൂർ എത്തുന്നത് വരെ തനിക്ക് ഉറക്കം വന്നിട്ടില്ല. അവിടെ വെച്ച് സർ, അതിന് അജയ് ഘോഷ് കോയമ്പത്തൂരല്ല ഇറങ്ങിയത്, തിരുപ്പൂരാ. ഞാൻ കണ്ടതാ. ചോദ്യം തന്നോടല്ല, ഡോക്ടർ പറയണം. ഞാൻ പറയട്ടെ, അജയ് ഘോഷ് തിരുപ്പൂർ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിരുന്നെങ്കിൽ, അത് മാതങ്കി കണ്ടിരുന്നെങ്കിൽ, പിന്നീട് കത്തിയുമായി നിൽക്കുന്ന ബാലുവിനെ കണ്ട് അജയ് ഘോഷിന്റെ പേര് പറഞ്ഞ് നിലവിളിക്കില്ലായിരുന്നു നീ. സർ പ്ലീസ്, ഡോണ്ട് ലൈ ആൻഡ് ഡോണ്ട് ആക്ട് സ്മാർട്ട്. മധുക്കര സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോ നിങ്ങളുടെ കൂപ്പയിൽ അജയ് ഘോഷ് ഉണ്ടായിരുന്നു. ബഹളത്തിനിടയിൽ ആരും അറിയാതെ നിങ്ങൾ ഇയാളെ രക്ഷപ്പെടുത്തി. അതെ ഓഫീസർ, രക്ഷപ്പെടാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും. പിന്നെ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. കടം തിളക്കാടാ. ഇപ്പൊ തിളയ്ക്കാനും മാത്രം തീ നിന്റെയൊക്കെ ഉള്ളിലുണ്ടെന്നറിയാം. അത് ഞങ്ങളിങ്ങ് കോരിയെടുക്കും. കൂട്ടത്തിൽ നാദിയുടെ ചുണ്ടുകൾ കടിച്ചു പറിച്ച ഈ പല്ലുകൾ. ഞാനിതിന് സമ്മതിക്കില്ല. നാദിയെ കൊല്ലണമെന്ന് എന്നോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ടീച്ചർ, ഇല്ല, അത് മാത്രം എന്നോട് പറയരുത്. ഒന്ന് ഇവരോട് പറ. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ അവളെ കൊല്ലാൻ ഒരുങ്ങിയത്? ആരോട് ചോദിച്ചിട്ടാന്ന്? എനിക്കറിയണം. അവരെന്നോട് ചോദിച്ചു. ഞാനാണ് ഡോക്ടേഴ്സിന്റെ മുന്നിൽ ഈ പ്രപ്പോസൽ വെച്ചത്. യുത്തനേസിയ. ഷീ ഡിസേർവ്സ് ഇറ്റ്. നിങ്ങൾക്ക് എന്താ കണ്ണു ചോരയില്ലേ? പടച്ചവന് പോലും വേണ്ടാത്തൊരു ശവശരീരമായി മാറിക്കഴിഞ്ഞു നാദിയ. ഫ്യൂണറൽ കാത്തു കിടക്കുന്ന ഒരു കോർപ്സ്. നീ തന്നെ പറ, എത്ര കാലം ഒന്ന് ചപ്പാവും ബോധമില്ലാതെ ഭൂമിയിൽ കിടന്നിങ്ങനെ നരയിക്കുന്നത്? അവസാനിപ്പിച്ചേക്കാം നമുക്ക് അവളെ. അതിനുള്ള സമ്മതമാണ് ഇവർ ചോദിക്കുന്നത്. മോൾ ഒപ്പിട്ട് കൊടുത്തേക്ക്. ഇല്ല, ഞാൻ ഒപ്പിടില്ല. എല്ലാരും ചേർന്ന് അവളെ കൊല്ലാൻ തീരുമാനിച്ചു. അതിനുമ്പ് എന്നെ കൊന്നേക്കണം. എനിക്ക് മാത്രമായി ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കണ്ട. ഇത് ദയയല്ല, ക്രൂരതയാണ്. നാദിറ നാദിയോട് കാണിക്കുന്ന ടോർച്ചറിങ്. സാറിന് മനസ്സിലായ ആളാരാണെന്ന്? നാദിറയുടെ ഭാവി വരൻ സിയാ മുസാഫിന്റെ ഉപ്പ, ഉസ്താദ് ഗുലാം മുസാഫിർ. GM, ഗ്രാൻഡ് മ്യൂസിക് കമ്പോസർ. ചിന്തിച്ചു നോക്ക്, നിനക്ക് തന്നെ ഉത്തരം കിട്ടും. ടെക്നിക്കലി നാദി എപ്പോഴേ കൊല്ലപ്പെട്ടു. ഫുൾ കോമ. There is nothing wrong in it. പഠിച്ചിട്ടില്ലേ നീ? ഹൃദയം കൊണ്ടല്ല, ബ്രെയിൻ കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ ബ്രെയിനിന്റെ നാശത്തെയാണ് മനുഷ്യൻ മരണമെന്ന് വിളിക്കുന്നത്. നാദിയുടെ ബ്രെയിൻ ഡെഡായി കഴിഞ്ഞു മോളെ. ശരിയല്ലേ ഡോക്ടർ? അബ്സല്യൂട്ട്ലി കറക്റ്റ്. നാദിയെ പരിശോധിച്ച മെഡിക്കൽ ടീം ഡെത്ത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. മോള് കേട്ടല്ലോ. ഇനി മരിക്കാൻ നാദിയെ ഡോക്ടർമാരെ സഹായിക്കും. ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് എന്നിവർ വിളിക്കുന്ന മെർസി കില്ലിംഗ്, യുത്തനേസിയ. ആരുടെ ഉപദേശം എനിക്ക് കേൾക്കണ്ട. നാദിറ, forget your another face. നാദിയ നിനക്കിനി ഉപകാരം ചെയ്യില്ല, ഉപദ്രവമേ ചെയ്യൂ. മോളെ, എനിക്കൊന്നും കേൾക്കണ്ട. ജീവിതം മുഴുവൻ എനിക്ക് കാണണം അവളെ. കണ്ടോണ്ടിരിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, വിട്ടു കൊടുക്കില്ല ഞാൻ അവളെ ഒരു മരണത്തിനും. ഞങ്ങൾ ഒരുമിച്ച് ജനിച്ചവരാ. 22 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. എന്നെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകാൻ സമ്മതിക്കില്ല ഞാൻ അവളെ. ഞാൻ കാവലിരിക്കും ഈ ജന്മം മുഴുവൻ. അവൾ എന്റെയാ, എന്റെ മാത്രം സ്വത്താ. വിഡ്ഢിയാണ് നീ. ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിന് കാവലിരിക്കുന്ന വിഡ്ഢി.
മിസ്റ്റർ ഓഫീസർ, നമസ്തേ ജി. ഐ എം ഉസ്താദ് ഗുലാം മുസാഫിർ. വൗ. മിസ്റ്റർ ഷറഫുദ്ദീൻ താരമസി IPS ഇപ്പോ നാദിയ കേസ് അന്വേഷിക്കുന്നു. കേട്ടിട്ടുണ്ട് നിങ്ങളെ പറ്റി ധാരാളം, വായിച്ചിട്ടുണ്ട് ചില ഹ്യൂമൻ റൈറ്റ് ആർട്ടിക്കിൾസ്. ചെന്നൈ നഗരത്തിലെ ഗല്ലികളിൽ രാത്രി ഗുണ്ടകളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്, എ ഗ്ലോറിഫൈഡ് കില്ലർ. ഈ എൻകൗണ്ടറിംഗ് ഒരുതരം മേഴ്സി കില്ലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ? എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോ അതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഉത്തരമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളോട് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിവേ, മൈ കൺഗ്രാറ്റ്സ് മിസ്റ്റർ GM. വൈ? നാദിയല്ല, നാദറയുടെ ഭാവിയിൽ ഓവർ കോൺഷ്യസ് ആവുന്നതിന്. യെസ്, നാളെ എന്റെ വീട്ടിൽ വന്ന് കയറേണ്ട എന്റെ ഭാവി മരുമകളല്ലേ നാദിറ. അപ്പോ അവളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്റെയും എന്റെ മകന്റെയും കൂടിയല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ? പിന്നെ ഈ മേഴ്സി കില്ലിംഗ് അത്ര വലിയ പാപോ തെറ്റൊന്നും അല്ലെന്ന് നിങ്ങളും നാദിറയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഹോളണ്ടിലും ബെൽജിയത്തിലും ഒക്കെ ഇത് സർവ്വസാധാരണമായി കഴിഞ്ഞു. ഹോളണ്ടിലും ബെൽജിയത്തിലും ഒന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്, ഇന്ത്യയിലല്ലേ. അതുകൊണ്ടാണല്ലോ ഞാൻ അവളോട് പറഞ്ഞത്, നാദിയ വേണമെങ്കിൽ നമുക്ക് ബെൽജിയത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ വെച്ച് ഈസിലി കില്ലിംഗ് ആരും അറിയില്ല. ഇവിടത്തെ പോലെ ലീഗൽ പ്രോബ്ലംസും ഇല്ല. കില്ലിംഗ് 4 തവണ നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചു, ഒരു കില്ലറുടെ ആത്മസംതൃപ്തിയോടെ. എല്ലാ സൂത്രധാരന്മാർക്കും ഒരേ മുഖഛായയാണ്, ഒരു പ്രൊട്ടക്ടറുടെ ഭാവം. യെസ്, ഐ എം റിയലി എ പ്രൊട്ടക്ടർ. Very good piece of acting. Wait for the Jugalbandi. ബീകൂപ്പയിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും വ്യക്തതയില്ല സർ. പക്ഷെ ഒരു കാര്യത്തിന് മാത്രം നല്ല വ്യക്തതയുണ്ട്. എന്താ സർ? നാദിയയുടെ കൊലപാതകി ആരായിരുന്നാലും അയാൾ പൂർണ്ണ ബോധത്തോടെയാണ് കൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ക്രൈം സ്പോട്ടിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. അടേങ്കപ്പ, അവൻ കില്ലാടിക്ക് കില്ലാടി മുറുകാ. എല്ലാത്തരം ക്രൈമുകൾക്ക് പിന്നിലും ബോധപൂർവമായ ഒരു ഇന്റൻഷൻ കാണും. ദ തിയറി ഓഫ് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ്. കുറ്റം സംഭവിച്ച അതേ നിമിഷം കുറ്റവാളിയും ജനിച്ചു കഴിഞ്ഞു. തന്നെ വേട്ടയാടുന്ന കുറ്റാന്വേഷകന്റെ യാത്ര ഒളിഞ്ഞു നിന്ന് കണ്ട് പരിഹസിക്കുക മാത്രമല്ല, താനും കുറ്റാന്വേഷകനും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുന്നത് കണ്ട് ത്രില്ലടിക്കുന്ന ഒരു മനസ്സും ചില കുറ്റവാളികൾക്കുണ്ട്. ദേ ആർ സിംബോളിക് ഓഫ് അൺകോൺഷ്യസ് വിഷൻസ്. ഈ മനഃശാസ്ത്രം ഡോക്ടർമാർക്കും ബാധകമാണ്. കത്തിയിൽ നിന്ന് കണ്ടെടുത്ത ഏറ്റവും ബോൾഡായ ഫിംഗർ പ്രിന്റ് ഡോക്ടർ അജയ് ഘോഷിന്റെയും ബാലുവിന്റെയും രാജമ്മയുടെയും. രാജമ്മയുടെ മൊഴിയിൽ ഒരു കള്ളത്തരം കടന്ന് കളിക്കുന്നുണ്ടല്ലോ മയിൽവാഹനം. രാജമ്മ ആളെങ്ങനെ? സാർ, இந்த ராஜம்மாவே ஃபர்ஸ்ட் லுக்கிங்ல பார்த்தா பொம்பள மாதிரி அல்ல சார், ஆம்பளத்தா. ஆனா அந்த நடிக்கொச்சு பாவம் கிழிந்து சார். அவட அப்பா வந்து ஃபுல் டைம் வாட்டர் அதோரிட்டி தண்ணி. சார், அந்த டைம்ல ஊட்டியில ஒரு சினிமா ஷூட்டிங் நடந்துட்டு இருந்தது. அந்த படத்துல ஒரு ஐட்டம் டான்ஸுக்காக போயதா இந்த பாவம் பாப்பா. போற வழியில கோயம்புத்தூர்ல இறங்கியாச்சு. அங்கே இருந்து கம்பெனி வண்டியில ஊட்டி. ഏത് സിനിമ? I'm sorry. എന്ത് തോന്നിയാസോടോ ഇത്? I'm terribly sorry for the interruption. താനാരാ? ഷറഫുദ്ദീൻ താരാമസി, director from the RACT. അയ്യോ, ഏത് കഷ്ടകാല സമയത്താണോ എനിക്ക് ആ ട്രെയിനിൽ കയറാൻ തോന്നിയത്. സത്യം പറഞ്ഞേ പറ്റൂ രാജമ്മ. പ്രിയ ഊട്ടിയിൽ അഭിനയിച്ച ഉടുപ്പി ദാദ MBBS എന്ന ചിത്രം ഞങ്ങൾ അരിച്ചുപെറുക്കി നോക്കി. അതിൽ പ്രിയയുടെ ஐட்டம் டான்ஸ் மட்டும் நாங்க பார்க்கல,
அந்த அட்டெண்டன்ஸ் போடல. எனக்கு தெரியாது சார். മലയാളത്തിൽ പറയടി. സത്യം പറഞ്ഞേ പറ്റൂ. നീ ഇപ്പടി അടം പിടിച്ച് നിന്നേനാ നിന്റെ പാപ്പാടെ കൊച്ചിട്ടും കളിക്കും, നിന്നെ ഞാൻ കളിക്കും. ചൊല്ലടി. ജ്യൂസ് എടുക്കണം. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. മോക്ക് ഇപ്പൊ പടവും പപ്പടവും ഒന്നുമില്ല. ഞങ്ങൾ ഇപ്പൊ കോൾ ഷീറ്റ് കൊടുക്കുന്നത് സ്വർണ്ണക്കടക്കാർക്കാ. ഹൈദരാബാദിൽ നിന്നും മദ്രാസിൽ നിന്നും ഹോൾസെയിൽ പാർട്ടി നാട്ടിലുള്ള ജ്വല്ലറിക്കാർക്ക് കൊടുത്തുവിടുന്ന സ്വർണ്ണ ഉരുപ്പടികൾ ഞങ്ങളുടെ കയ്യിൽ തന്നുവിടും. ഞങ്ങൾ അത് ഭദ്രമായി അവിടെ എത്തിക്കും. സ്മഗ്ലിംഗ്. അപ്പൊ ഇതാണ് ഐറ്റം. ഒരു ട്രിപ്പിന് എത്ര കിട്ടും? 50,000. കോയമ്പത്തൂർക്ക് ചുമന്നത് ആർക്ക് വേണ്ടിയാ? കോവയും ആങ്കുടി ചെട്ടിയാർ തങ്കമാളിക. എത്ര കിലോ? 7 കിലോ. രാജമ്മയുടെ ഭർത്താവ് എവിടെ? അയ്യോ രാമേട്ടൻ പാവോ സാറേ. ഹീസ് ഇന്നസെന്റ്. എടി அந்த ராமேட்டன் இன்னசென்டா வடிவேலுவோ எங்களுக்கு தெரிய வேண்டிய விஷயமല്ല. നിജമാ சொல்லடி കണവനങ്കടി. രാമേട്ടൻ ഞാൻ ഡൈവോഴ്സ് ചെയ്ത് കളഞ്ഞു സാറേ. അയാൾ ഇപ്പൊ കാശിയില്ല. അടി പാപികളാ, കഴുത്തിലെ താലി കെട്ടിയ കണവനെ ഡൈവോഴ്സ് പണിയിട്ട് തലയിലെ ജണ്ടുമല്ലി പൂച്ച് നടക്കുകയാ. ഉന്നെ ചെരുപ്പാനെ അടിച്ച് പരമരത്തിലേറ്റുവേ. സോറി സാർ. രാജമ്മയ്ക്ക് ഈ വസ്തു പരിചയമുണ്ടോ? ഈ കത്തി കൊണ്ടാണ് നാദിയയ്ക്ക് കുത്തേറ്റത്. ആണോ? കഷ്ടം, ഞാൻ അറിഞ്ഞില്ല. മാമ്പഴം മുറിക്കാൻ നിങ്ങൾ കടം വാങ്ങിയ കത്തിയാണിത്. ഭഗവാനെ, അത് തിരിച്ചു കൊടുത്താണല്ലോ. ഭഗവാൻ തിരിച്ചു കൊടുത്തില്ല. രാജമ്മ, നീ ചുപ്പ കരകാട്ടമാടാതെ സത്യം പറ രാജമ്മ. ആ കിട്ടിപ്പോയി സാറേ. കത്തി ഞാൻ തിരിച്ചു കൊടുത്തില്ല. കൊടുക്കാൻ മറന്നുപോയി. കോവേ സ്റ്റോപ്പിൽ എത്തിയപ്പോ കത്തി ഞാൻ കൊറേ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. കൂപ്പയിൽ അപ്പടി ഇരുട്ടായിരുന്നു. വണ്ടിക്കുള്ള പവർ കെട്ടാ ഏടി ലൈറ്റ് പോട്ട് പാക്കലേ. ലൈറ്റ് ഇട്ടതാ സാറേ. അപ്പ കെടുത്താൻ പറഞ്ഞു. ആര് പറഞ്ഞു? ആ കുട്ടിയെ നാദിയ. എന്തിന്? അവളുടെ വർത്താനം കേട്ട ഞാനല്ല സാറ് ഓഫാക്കി പോവും. അതെന്താ? അവള് ഞങ്ങളെ പോലെ കടത്തുകാരിയാ സാറേ. ഞാനും മോളും പെട്ടിയിൽ ഇത്തിരി പൊന്നു കടത്തുമ്പോ അവള് ബാഗിൽ കടത്തണ എന്താന്നറിയോ സാറിന്? എന്താ പറയാ സാർ. ഇതെന്തോന്ന് ഗിറ്റാറോ? കഴിഞ്ഞോടി രായമ്മ. തോക്ക്. ദൈവമേ, ഇവിടെ പോലീസുകാരിയാണോ തോക്കും കൊണ്ട് നടക്കാൻ? എന്ത് പറ്റി ചക്കരെ? പറയടാ. നിന്നെ ആരെങ്കിലും കയറി പിടിച്ചോ? പോടുന്നു മനുഷ്യൻ. മോളെന്തെങ്കിലും കണ്ട് പേടിച്ചോ മോളെ? മാസ്റ്ററോ? അതെ, ബാലുവിന്റെ അച്ഛൻ. എവിടെയാണ്? അവിടെ. എന്ത് പറഞ്ഞു നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കാണട്ടെ അയാളെ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു പ്രശ്നമില്ല. മോളെ, നീ ഒരു കാർന്നോരെ കണ്ട? നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്തിയടാ? കാർന്നോരോ? വടക്കാഞ്ചേരി കുഷ്ഠരോഗ ആശുപത്രിയില്ല. ഹലോ. അവന്റെ ഒരു കാർന്നോര്. ഹലോ. ഈ കിളവനിത് എങ്ങോട്ട് പോയി? മമ്മി വേണ്ട മമ്മി. മമ്മിക്ക് എന്താ ഭ്രാന്ത്? എനിക്കല്ലടി ഭ്രാന്ത്. കോളേജിൽ നിന്റെ പിന്നാലെ നടന്നില്ല അവന്റെ ഭ്രാന്ത്. ഇവനെയൊക്കെ ഞാൻ പറഞ്ഞേ. വാ. രാജമ്മ തിരിച്ചു വന്നപ്പോ തുളസിമണി ഇരുന്ന എ കൂപ്പയിലേക്ക് കയറിപ്പോയ നിഴൽ ആരുടേതായിരുന്നു? അതോ? അത് ആ മുഖം ഇന്നലെ കണ്ടതുപോലെ ഇപ്പോഴും രാജമ്മയുടെ കണ്ണുകളിലുണ്ട്, അല്ലേ? എന്റെ പൊന്നണ്ണ, അല്ല സാറേ, ഈ അമ്മച്ചിക്ക് കണ്ണു പിടിക്കാത്തതാണ്. എനിക്ക് നിഴലേ ഇല്ല. ഞാൻ വെറും പാവമാണ്, അല്ലേ? തന്നെ കിളി, ട്രെയിനിലെ കിളി. ഈ കമ്പിളിക്കാരനകത്തോട്ട് കയറി പോയത് ഞാൻ കണ്ടതാ. പോയി പോയി പച്ച പോയി.
കലാക്ഷേത്ര തുളസിമണി തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയർ, ചാട്ടക്കയർ. അതിൽ 3 പാലക്കാടൻ കാളക്കുരുക്കും. കൊല്ലങ്കോട്ട് രാജയുടെ മകൾ എങ്ങനെയാണ് ഈ കയറിൽ കാലിച്ചന്തക്കാരുടെ കുരുക്ക് കിട്ടിയത്? സുന്ദരൻ പറയണം. ഈ കുരുക്ക് കെട്ടാൻ സുന്ദരൻ അറിയാം. എനിക്കറിയില്ല സാർ. തുളസിമണിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റിൽ ഏറ്റവും ബോൾഡായത് AC അറ്റൻഡർ സുന്ദരത്തിന്റേതാണ്. ഈ വിരൽപ്പാടുകൾ എങ്ങനെ തുളസിമണിയുടെ കഴുത്തിൽ പതിഞ്ഞു? ഉത്തരം സുന്ദരൻ തന്നെ പറയണം. ഇപ്പോ ഇവിടെ വെച്ച്. കമോൺ കമോൺ കമോൺ. ഞാൻ തന്നെയാ തുളസിമണിയെ കൊന്നത്. ഒരു പാസഞ്ചറെ യാത്രക്കിടയിൽ ഒരു അറ്റൻഡർ കെട്ടിത്തൂക്കി കൊല്ലുന്നു. എന്തിന്? കില്ലറും വിക്ടിമും തമ്മിൽ എന്ത് ബന്ധം? എന്ത് മോട്ടീവ്? അത് ഈ കൂപ്പയിൽ ഒറ്റയ്ക്കൊരു പാസഞ്ചർ, അത് ഒരു പെണ്ണ്. അവളുടെ പെട്ടിയിലും ബാഗിലും സ്വർണവും കാശും കാണുമെന്ന് ഞാൻ ഊഹിച്ചു. അന്ന് അമാവാസി. ചോരശാസ്ത്രം വെച്ച് നോക്കിയാൽ കവർച്ച നടത്താൻ ഇത്രയും നല്ലൊരു ദിവസം വേറെയില്ല. ഇരയെ ഭഗവാൻ തന്നെ കാട്ടിത്തന്നു. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല സാർ. അവൾ ബാത്റൂമിലേക്ക് പോയി നേരം നോക്കി.
ഞാൻ അങ്ങോട്ട് വിളിക്കാം. തുളസിമണിയെ തൂക്കുന്നതിനിടയിൽ ഒരു ഫോൺ കോൾ വന്നല്ലോ. സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ സുന്ദരൻ ഫോൺ കട്ട് ചെയ്തു. 13-ാം തീയതി യാത്രയിലുടനീളം അതേ നമ്പറിൽ നിന്ന് 7 കോളുകൾ വന്നിട്ടുണ്ട് നിന്റെ ഫോണിലേക്ക്. അപ്പുറത്ത് ആരായിരുന്നു? ആ 7 കോളുകൾക്ക് മുമ്പ് ആ നമ്പറിലേക്ക് ആദ്യം നീ വിളിച്ചു. 6:40 ചെന്നൈയിൽ നിന്ന്. ഐ മീൻ സൗപർണിക എക്സ്പ്രസിന്റെ ഫ്ലാഗ് ഓഫ് നടന്ന അതേ സമയം. അത് ഒരു മിസ്ഡ് കോൾ. ആ മിസ് കോൾ അയാൾക്കുള്ള നിന്റെ മെസ്സേജ് ആയിരുന്നു. നിന്റെ ഒരു മിസ് കോൾ കിട്ടിയപ്പോ 7 പ്രാവശ്യം നിന്നെ വിളിച്ച ആ സാർ. നിന്റെ നാവിൽ നിന്ന് കേൾക്കണം ആ സാറിന്റെ പേര്. പറയും നീ. അത് എന്റെ ദൈവം. ആ ദൈവം പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ആ ദൈവത്തിന്റെ പേര് അതാണ് എനിക്കറിയേണ്ടത്. ഇനിയും നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. ഞാൻ പറയാം. നമസ്കാരം സാർ. മിസ്റ്റർ മയിൽവാഹനം, കേസിൽ എന്തെങ്കിലും പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായോ? ഉണ്ടായി എന്നല്ല സാർ, ആളെ കിടച്ചാച്ച്. ആരാ സാർ അവൻ? AC അറ്റൻഡർ സുന്ദരേശൻ, സുന്ദരൻ കുതിരമൂളി. അവനോ? ഞാൻ പറയാം. ഡിവിഷണൽ മാനേജർ വിജയഭാനു സാർ പറഞ്ഞിട്ടാ ഞാൻ ഈ മഹാമാനവം ചെയ്തത്. വിജയഭാനു സാർ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഞാനോ? ശുദ്ധ നുണ. ഷറഫുദ്ദീൻ, ആ കള്ളം പറയുന്നത് താൻ വിശ്വസിക്കരുത്. അവനെ വിശ്വസിക്കരുത്. അപ്പൊ അവൻ കള്ളൻ തന്നെയാണെന്ന് ഡിവിഷണൽ മാനേജർക്ക് അറിയാം. ഭരതനുണ്ണിയുടെ ചെറിയമ്മ തുളസി വിജയഭാനുവിന്റെ ആരായിട്ട് വരും? അനുജത്തി. ഇനി ആ വാക്ക് നിങ്ങൾ ഉച്ചരിച്ചു പോകരുത്. അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. ഭാര്യയുടെ അനിയത്തിയെ സ്വന്തം അനുജത്തിയായി കരുതാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അത് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയൂ. തുളസിമണിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം മകനെ കൊണ്ട് കടവിലൊരു ബലിനാടകം നടത്തി. അവിടെ വെച്ച് നിങ്ങളൊരു വള്ളുവനാടൻ പൈങ്കിളി വാചകം പറഞ്ഞു. ആവാഹിച്ചൊരു രൂപത്തിലാക്കി മുന്നിൽ വിളക്കും നിവേദ്യവും വെച്ചാൽ കൊല്ലങ്കോട്ട് രാജയുടെ ഇളയ മകൾ ദേവതയാകും. അറിയോ ഇയാളെ? അറിയാം, പക്ഷെ അറിയില്ലെന്ന് നടിക്കുന്നു. എ കൂപ്പയിൽ തുളസിമണിയുടെ പെട്ടിയിൽ നിന്ന് കിട്ടിയ ഫോട്ടോയാണ്. കോട്ടിട്ട് ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പേര് മകരന്ദ് ഭാസ്കർ. സ്വദേശം മംഗലാപുരം. ജോലി ചെയ്യുന്നത് അമേരിക്കയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി. ചിത്രത്തിൽ പിന്നിൽ കാണുന്നത് തങ്കരഥം, മൂകാംബിക ദേവിയുടെ. ഏതൊരാൾക്കും മൂകാംബിക അമ്മയുടെ മുന്നിൽ ഷർട്ടും കോട്ടും ഊരാതെ തൊഴുതു നിൽക്കാൻ ഒരവസരമുണ്ട് ജീവിതത്തിൽ. ഒരാണും പെണ്ണും ലോകത്തെവിടെ വെച്ച് വിവാഹിതരായാലും അതേ വിവാഹവേഷത്തിൽ മൂകാംബിക ദേവിയുടെ മുന്നിൽ വന്നു നിൽക്കാൻ അനുവാദമുണ്ട്. അത് മൂകാംബിക ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. തുളസിമണി വിവാഹിതയാണെന്ന കാര്യം നിങ്ങൾ ഞങ്ങളോട് മറച്ചുവെച്ചു. കാരണം അതൊരു രഹസ്യ വിവാഹമായിരുന്നു. എന്തിനാണ് ആരുമറിയാതെ മംഗലാപുരം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തുളസിമണി ഒരു രജിസ്റ്റർ മാരേജ് നടത്തിയത്? നിങ്ങളെ പേടിച്ച്, സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ പേടിച്ച്. ഞാൻ അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ആഗ്രഹിച്ചു. ഭാര്യ മരിച്ചപ്പോഴേ നിശ്ചയിച്ചു സ്വന്തമാക്കാൻ. പക്ഷെ അവൾ സമ്മതിച്ചില്ല. എന്ന് മാത്രമല്ല, മംഗലാപുരത്തുള്ള പയ്യനുമായി സ്നേഹത്തിലാണെന്നും പറഞ്ഞ്
അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. പിന്നെ അവൾ മംഗലാപുരത്ത് വെച്ച് അവനെ മാരേജ് ചെയ്ത വിവരം ഞാൻ അറിഞ്ഞു. നവരസങ്ങളും അറിയുന്ന നർത്തകിയല്ലേ. ഒടുക്കം എന്റെ വലയം പൊട്ടിച്ച് അവളെല്ലാം കെട്ടിപ്പെറുക്കി അവന്റെ കൂടെ ജീവിക്കാൻ മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറിയ വിവരം സുന്ദരൻ ട്രെയിനിൽ നിന്നും എന്നെ വിളിച്ചു പറഞ്ഞു. വാശിയല്ല, പകയാണ് അപ്പൊ എനിക്കുണ്ടായത്. കൊന്നുകളയാൻ സുന്ദരനോട് പറഞ്ഞത് അപ്പോഴാണ്. ഭാര്യ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിന്റെ മനസ്സിൽ തുളസിമണി ദേവതയായിരുന്നു അല്ലേ? മോഹം ഒരു തെറ്റായ വികാരമല്ല, പക്ഷെ അത് പാപമാകുന്നത് മോഹിക്കുവാൻ പാടില്ലാത്തത് മോഹിക്കുമ്പോഴാണ്. ഷെയ്ം ഓൺ യു വിജയബാനു. നാദിയ, എ ഷാർപ്പ് ഷൂട്ടർ, നാഷണൽ റൈഫിൾ ഷൂട്ടേഴ്സിൽ 23-ാം റാങ്ക്, സുഷമ റാണയുടെയും ശ്വേതാ ചൌധരിയുടെയും പിൻഗാമി. ആ കുട്ടിയുടെ ഇനിയുള്ള ചരിത്രം അറിയാമോ മയിൽവാഹനത്തിന്? അറിയാം സാർ. കുട്ടി വന്ന് കോയമ്പത്തൂർകാരി. ബോംബെയിലെ ഹാർമോണിയിലെ വാസിച്ചു പാടുന്ന ഒരു പാട്ടില്ലേ സാർ? കവാലി. കവാലി. കവാലി പാട്ടുകാരനും ആർമറി ഡീലറുമായിരുന്ന സക്കറിയ മേത്തർക്കും സിംഗർ സുൽത്താനാവുക്കും പിറந்த ഇരട്ട പെൺമക്കളിൽ ഒന്ന് இந்த നാദിയ. കോവൈ ഉപ്പളം തെരുവിൽ 1985 ജനനം. ഉമ്മ സുൽത്താന നേരത്തെ മരിച്ചുപോയി. സക്കറിയാവുടെ അതേ ക്യാരക്ടറിൽ പെൺകുട്ടികൾ വളർന്നു. നാദിയ കയ്യിൽ തുപ്പാക്കി എടുത്താച്ച്, നാദിറ കാലിൽ മണിച്ചിലങ്ക കെട്ടിയാച്ച്. ഷൂട്ടർ ആൻഡ് ഡാൻസർ. സക്കറിയ ആളെങ്ങനെ? സാർ, എൻക്വയറിലെ എനിക്ക് തെരിഞ്ഞത് അന്ത സക്കറിയ ഊരു മക്കൾക്ക് ഉറക്കം കെടുത്തവനായി മാറി എന്നാണ്. യു മീൻ ടെററിസ്റ്റ്? ആമ സാർ. ചേരൻ എക്സ്പ്രസിൽ ബോംബ് വെച്ച കേസിലെ 4-ാം പ്രതി വന്ന് இந்த சக்கரியா. அது மட்டுமல்ல, கோயம்புத்தூர் ரயில்வே பாம்பு கேஸிலே 1-ாம் பிரதி இந்த சக்கரியா தான். ஆனா இவனை பிடிக்க முடியல. புடிகிட்ட புள்ளி ஆயுதனாலே ரயில்வே போலீஸ் நோட்டீஸ் இறக்கி. கடைசியில மദ്രാസിൽ இருந்து ஒரு சிங்க கூட்டி வந்தாச்சு. ஒரு கில்லாடி சிங்கம், ஒரே வெடி, முடிஞ்சாச்சு அவன் கதை. സർ, വാട്ട് ഹാപ്പൻ സർ? നത്തിങ് സർ, സക്കറിയ മേത്ര വധിച്ചത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ പഴയ ഒരു എൻകൗണ്ടർ ടീമാണ്. അതില് ഉണ്ടായിരുന്നവരുടെ പേരുകൾ കിട്ടിയിട്ടില്ല. അത് DGPയുടെ സീക്രട്ട് ഡയറിയിലാണ്. നിങ്ങൾ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നത്? സക്കറിയ മേത്രയുടെ അല്ല, നാദിയ കേസ് അന്വേഷിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നാളെ നമ്മൾ മുദ്രാപീഠത്തിലേക്ക് പോകുന്നു. ആ സ്ഥാപനത്തിന്റെ അതോറിറ്റീസ് ആരായിരുന്നാലും ശരി, അവരറിഞ്ഞിരിക്കണം നമ്മൾ ചെല്ലുന്ന വിവരം. സർ,